30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മണിച്ചിത്രത്താഴ് എന്തുകൊണ്ടാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസായി ഇന്നും നിലകൊള്ളുന്നത്? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൂവി ട്രാവലർ 2022. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മണിച്ചിത്രത്താഴ് എന്ന മലയാള ചലച്ചിത്രത്തിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് വലിയ വിജയമാകുന്നത് അപൂർവമല്ല. പക്ഷേ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഓരോ തലമുറയും അതേ സിനിമ വീണ്ടും വീണ്ടും കാണുകയും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ഹിറ്റ് സിനിമയല്ല, കാലത്തെ അതിജീവിച്ച ഒരു കലാസൃഷ്ടി തന്നെയല്ലേ. മലയാള സിനിമയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്ന പേരുകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. ഇതൊരു ഹൊറർ സിനിമ മാത്രമല്ല, അതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്, ഒരു ഫാമിലി ഡ്രാമയാണ്. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ ലളിതമായി അവതരിപ്പിച്ച സിനിമ. അതുകൊണ്ടാണ് ഇന്നും ഇത് പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത്. ഒരു വീടിനെ കഥാപാത്രമാക്കിയ സിനിമ. സിനിമയിലെ പഴയ തറവാട് വെറും ലൊക്കേഷനല്ല, കഥയുടെ ഭാഗം തന്നെയാണ്. നീണ്ട ഇടനാഴികൾ, പഴക്കം തോന്നിക്കുന്ന മുറികൾ, നിശബ്ദത, വെളിച്ചവും നിഴലും ചേർന്ന ഫ്രെയിമുകൾ, ഇവയെല്ലാം ചേർന്ന് അസ്വസ്ഥമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു മണിച്ചിത്രത്താഴ്. പല സിനിമകളിലും ഭയം സൃഷ്ടിക്കുന്നത് ശബ്ദമാണ്, എന്നാൽ ഇവിടെ ഭയം സൃഷ്ടിക്കുന്നത് നിശബ്ദതയാണ്. ഇതാണ് ഈ സിനിമയുടെ ആദ്യത്തെ വിജയം. കഥയുടെ ശക്തി സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രേക്ഷകനെ തുടക്കം മുതൽ ദുരൂഹതയിലേക്ക് ആകർഷിക്കുന്നതാണത്. ഓരോ സംഭവത്തിനും പിന്നിൽ ഒരു രഹസ്യമുണ്ടെന്ന തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് ചിത്രം മുന്നോട്ടു പോകുന്നു. അതേസമയം എല്ലാറ്റിനും അമാനുഷികമായ വിശദീകരണം നൽകാതെ മനുഷ്യ മനസ്സിനെയും യുക്തിയെയും കുറിച്ച് ചിന്തിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചിത്രം ഒരു സാധാരണ ഹൊറർ സിനിമയായി ഒതുങ്ങാതെ ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസിക്കായി മാറിയത്. ഇനി കഥാപാത്രങ്ങൾ. സിനിമയുടെ നട്ടെല്ല് തന്നെയാണ് കഥാപാത്രങ്ങൾ. ഈ സിനിമയിൽ അനാവശ്യ കഥാപാത്രങ്ങളില്ല. ഓരോരുത്തർക്കും കഥയിൽ വ്യക്തമായ പങ്കുണ്ട്. ചിലർ നർമ്മം സമ്മാനിക്കുന്നു, ചിലർ വികാരം നൽകുന്നു, ചിലർ കഥയുടെ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനാൽ സിനിമ ഒരിക്കലും ഏകതാനമാകുന്നില്ല. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അഭിനയത്തെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കഥാപാത്രങ്ങളുടെ പൂർണ്ണതയാണ് മറ്റൊരു പ്രത്യേകത. ഈ സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങൾ പോലും ഓർമ്മയിൽ നിൽക്കുന്നു. ആരും വെറും ഫില്ലർ കഥാപാത്രങ്ങളല്ല. ഓരോരുത്തർക്കും കഥയിൽ വ്യക്തമായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ജീവൻ ലഭിക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര കഥാപാത്രത്തിന്റെ പ്രകടനം ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ശബ്ദത്തിലെ മാറ്റങ്ങൾ, മുഖഭാവങ്ങൾ, കണ്ണുകളിലെ വികാരങ്ങൾ, ശരീരഭാഷ, ഓരോ ചെറിയ കാര്യവും കഥാപാത്രത്തെ ജീവിക്കുന്ന ഒരാളാക്കി മാറ്റുന്നു. ഇത് അഭിനയമല്ല, കഥാപാത്രമായി ജീവിക്കുകയായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനമാണ്. ഈ സിനിമയിൽ ഏറ്റവും പ്രശംസനീയമായ ഒന്നാണ് നായികയുടെ പ്രകടനം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സിനിമ ഒഴിവാക്കാനാകില്ല. ഒരു കഥാപാത്രത്തിന്റെ വികാരപരമായ മാറ്റങ്ങൾ കണ്ണുകളിലൂടെയും ശബ്ദത്തിലൂടെയും ശരീരഭാഷയിലൂടെയും എത്ര സൂക്ഷ്മമായി അവതരിപ്പിക്കാൻ ശോഭന ഈ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇത് വെറും അഭിനയമല്ല, കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. മോഹൻലാൽ അവതരിപ്പിച്ച ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രത്തിന്റെ പ്രസക്തി. ഈ സിനിമയുടെ മറ്റൊരു ശക്തി യുക്തിയെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമാണ് സണ്ണി. മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അദ്ദേഹം നിരീക്ഷിക്കുന്നു, മറ്റുള്ളവർ വിശ്വസിക്കുമ്പോൾ അദ്ദേഹം അന്വേഷിക്കുന്നു. ആ സമീപനമാണ് സിനിമയെ സാധാരണ ഹൊറർ ചിത്രങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇന്നും മാനസികാരോഗ്യത്തെക്കുറിച്ച് സമൂഹത്തിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാലത്ത് ഈ കഥാപാത്രത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുക തന്നെയാണ്. യുക്തിയും വിശ്വാസവും സിനിമ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളാണ്. ഒരു വശത്ത് തലമുറകളായി കൈമാറിയ വിശ്വാസങ്ങൾ, മറുവശത്ത് ശാസ്ത്രീയമായ സമീപനം. ഈ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സിനിമയുടെ കരുത്ത്. അതിനാലാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സിനിമയെക്കുറിച്ച് ആളുകൾ ഇന്നും ചർച്ച ചെയ്യുന്നത്. ഇനി ഇതിലെ സംഗീതം നോക്കാം. ഈ ചിത്രത്തിലെ സംഗീതം വികാരങ്ങളുടെ ഭാഷയാണ്. ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരു അദൃശ്യ കഥാപാത്രം പോലെയാണ്. ചില രംഗങ്ങളിൽ സംഭാഷണത്തേക്കാൾ കൂടുതൽ വികാരം സംഗീതം നൽകുന്നുണ്ട്. പാട്ടുകളും കഥയുടെ ഭാവം ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് സിനിമ അവസാനിച്ചാലും അതിൻ്റെ സംഗീതം മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഇനി അതിൻ്റെ ക്യാമറയും ദൃശ്യഭാഷയും നോക്കിയാൽ, ഓരോ ഫ്രെയിമും ശ്രദ്ധിച്ചാൽ സംവിധായകനും ഛായാഗ്രാഹകനും എത്ര സൂക്ഷ്മമായി പ്രവർത്തിച്ചെന്ന് നമുക്ക് മനസ്സിലാകും. വെളിച്ചം, നിഴൽ, ക്യാമറയുടെ ചലനം, ഫ്രെയിമുകളുടെ ഘടന, ഇവയെല്ലാം കഥ പറയുന്ന ഉപകരണങ്ങളായി മാറുകയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന കാലത്തുപോലും
ഇത്തരമൊരു ദൃശ്യാനുഭവം സൃഷ്ടിച്ചതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ മികവ്. ഹാസ്യവും ത്രില്ലും ഒരുമിച്ച് സിനിമ മുഴുവൻ ഭയപ്പെടുത്താൻ മാത്രം ശ്രമിക്കുന്നുമില്ല. ശരിയായ സമയത്ത് വരുന്ന നർമ്മം പ്രേക്ഷകനെ റിലാക്സ് ചെയ്യിക്കുന്നു, അതിനുശേഷം വീണ്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു. ഈ സന്തുലിതാവസ്ഥയാണ് സിനിമയുടെ രസകരമായ ഒഴുക്ക് നിലനിർത്തുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇന്നും മണിച്ചിത്രത്താഴ് ഒരു മാസ്റ്റർ പീസ് ആകുന്നത്? കാരണം ഇത് ഒരു കാലഘട്ടത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ച സിനിമയല്ല. മനുഷ്യ മനസ്സിനെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും വിശ്വാസത്തെയും യുക്തിയെയും കുറിച്ചും സംസാരിക്കുന്ന സിനിമയാണത്. അത്തരം വിഷയങ്ങൾ ഒരിക്കലും കാലഹരണപ്പെടില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറയും ഈ സിനിമയെ അത്ര ആവേശത്തോടെ സ്വീകരിക്കുന്നത്. ഒരു മികച്ച സിനിമ വർഷങ്ങളോളം ഓർമ്മിപ്പിക്കപ്പെടും, എന്നാൽ ഒരു മാസ്റ്റർ പീസ് തലമുറകളോളം ജീവിക്കും. മണിച്ചിത്രത്താഴ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഈ ചിത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഈ സിനിമയുടെ യഥാർത്ഥ മഹത്വം എന്താണ്? അതിലൊന്നാമത്തേത് ഭയം സൃഷ്ടിച്ച രീതിയാണ്. ഇന്നത്തെ പല ഹൊറർ സിനിമകളും വലിയ ശബ്ദങ്ങളെയും പെട്ടെന്നുള്ള ഞെട്ടലുകളെയും ആശ്രയിക്കുന്നു. എന്നാൽ മണിച്ചിത്രത്താഴ് അങ്ങനെ ചെയ്തില്ല. ഒരു പഴയ തറവാട്, നീണ്ട ഇടനാഴികൾ, നിശബ്ദമായ രാത്രികൾ, മതിലുകളിൽ പതിയുന്ന വെളിച്ചവും നിഴലും, ഇവയെല്ലാം ചേർന്നാണ് ഭയം സൃഷ്ടിക്കുന്നത്. ഒരു രംഗത്തും പ്രേക്ഷകനെ ബലമായി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. പകരം അന്തരീക്ഷം തന്നെയാണ് ഭയമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഈ സിനിമയുടെ പല രംഗങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. മണിച്ചിത്രത്താഴിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അമാനുഷികതയിൽ നിന്ന് മനഃശാസ്ത്രത്തിലേക്കുള്ള യാത്ര. ഈ സിനിമയുടെ ഏറ്റവും വലിയ ധൈര്യം ഇതാണ്. ആദ്യഘട്ടത്തിൽ പ്രേക്ഷകനൊരു ദുരൂഹത അനുഭവിക്കുന്നു. പക്ഷേ സിനിമ മുന്നോട്ട് പോകുമ്പോൾ അന്ധവിശ്വാസത്തിനും യുക്തിക്കും ഇടയിൽ ഒരു ചർച്ച ആരംഭിക്കുന്നു. ഒരു വശത്ത് പഴയ വിശ്വാസങ്ങൾ, മറ്റൊരു വശത്ത് ശാസ്ത്രീയമായ സമീപനം. ഈ സംഘർഷമാണ് സിനിമയുടെ ആത്മാവ്. അതാണ് ഇന്നും ഈ സിനിമയെ കാലാതീതമാക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില സിനിമകൾ മാത്രമാണ് കാലത്തെ തോൽപ്പിച്ചിട്ടുള്ളത്. മണിച്ചിത്രത്താഴ് അത്തരമൊരു സിനിമയാണ്. ഓരോ തലമുറയും വീണ്ടും കണ്ടെത്തുന്ന സിനിമ, ഓരോ പ്രാവശ്യം കണ്ടാലും പുതിയ അർത്ഥങ്ങൾ നൽകുന്ന സിനിമ. അതുകൊണ്ടാണ് ഇത് വെറും ഒരു സിനിമയല്ലാതാവുന്നത്. ഒരു അനുഭവം, ഒരു പഠന വിഷയം, ഒരു കാലാതീതമായ കലാസൃഷ്ടി. നിങ്ങളുടെ അഭിപ്രായത്തിൽ മണിച്ചിത്രത്താഴ് ഇന്നും സിനിമയിലെ ഏറ്റവും മികച്ച ക്ലാസിക് തന്നെയല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു സിനിമയുണ്ടോ? കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള കൂടുതൽ സിനിമാ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.